ഭാരത സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ പത്മഭൂഷൺ ബഹുമതി തേടിയെത്തിയപ്പോൾ തികച്ചും സമ്മിശ്രവും എന്നാൽ വിനയപൂർവ്വവുമായ പ്രതികരണമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. പുരസ്കാര വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ തന്റെ അർഹതയെക്കുറിച്ചും മുൻകാലങ്ങളിൽ പുരസ്കാരങ്ങളെക്കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും വ്യക്തമായ മറുപടി നൽകി. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടം നൽകാതെ തന്റെ കർമ്മപഥത്തിലെ സത്യസന്ധതയെ ഉയർത്തിക്കാട്ടാനാണ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ ശ്രമിച്ചത്. അപ്രതീക്ഷിതമായി എത്തിയ അംഗീകാരം താൻ പുരസ്കാരത്തിന് അർഹനാണോ എന്ന കാര്യത്തിൽ തനിക്ക് തന്നെ സംശയമുണ്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞത്. മാവേലിക്കരയിൽ ഒരു ചടങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുരസ്കാരം ലഭിച്ച വിവരം ഒരാൾ ഫോണിലൂടെ അദ്ദേഹത്തെ അറിയിക്കുന്നത്. തികച്ചും സർപ്രൈസ് ആയിരുന്നു ഈ വാർത്തയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പത്മ പുരസ്കാരങ്ങൾക്കായി താൻ ആരെയും സമീപിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ തന്റെ പേര് ശുപാർശ ചെയ്തിട്ടുണ്ടോ എന്നുപോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അവാർഡിന്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ പറ്റി എനിക്ക് വേണ്ടത്ര അറിവില്ല. ഇതൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട്. എന്നാൽ താൻ ഒരിക്കലും അതിനായി ശ്രമിച്ചിട്ടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. മുൻകാലങ്ങളിൽ പത്മ പുരസ്കാരങ്ങളെക്കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ ചില പരാമർശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. പത്മ പുരസ്കാരങ്ങൾ കിട്ടിയാൽ താൻ വാങ്ങില്ല എന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു എന്നതാണ് പ്രധാന വിവാദം. എന്നാൽ ഇപ്പോൾ ലഭിച്ച പുരസ്കാരത്തെ അനാദരിക്കാനോ വിവാദമാക്കാനോ അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല.